ഇത് നമ്മുടെ പൂന്തോട്ടത്തിലെ പുതിയൊരു അതിഥിയാണ് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല. നമുക്കിതിനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഷ്രബായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ, ഒന്ന് അറിയാനായിട്ടാണ്. നല്ല വയലറ്റ് കളർ പൂവാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലീഫിലൊക്കെ ഒരു ചെറുതായിട്ടിങ്ങനെ മുള്ള് പോലെ ഇതിങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് മുള്ള് പോലെ നമ്മുടെ കയ്യിൽ കുത്തിക്കയറിയോ ഒന്നുമില്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുപോലെയാണ് തോന്നുന്നത് കേട്ടോ. ഇതിൻ്റെ മൊട്ട് ജസ്റ്റ് ഇതുപോലെ, അതായത് കുറച്ച് ഇങ്ങനെ വന്നിട്ട് പോയിൻ്റ് ടിപ്പിനകത്ത് വരുന്ന മൊട്ട് പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്കിത് ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്ന് ഞാനിത് അതുപോലെ പ്ലാന്റ്സ് വാങ്ങിയപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റായിട്ട് തന്നാണ് കേട്ടോ. ഒരു കുഞ്ഞ് പീസാണ് തന്നത്. അതിനെ ഞാൻ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു പോട്ടിലാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് പ്ലാന്റ് പൂവിട്ടൊക്കെ തുടങ്ങി. ആ പേരെനിക്കറിയില്ല കേട്ടോ. മുന്നേ ഇതുപോലെ എനിക്ക് ഗിഫ്റ്റായിട്ടൊരു റോസ് കളർ ഫ്ലവറാണ് തന്നത്. അതെൻ്റെ നിന്ന് ചീത്തയായിപ്പോയി. നമ്മൾ കുറേ നാളൊന്നും ഒരു പ്ലാന്റ് ഇതുപോലെ സ്ഥിരമായിട്ട് നിൽക്കില്ല. നമ്മൾ അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മുടെ മദർ പ്ലാന്റ് പോയാലും നമുക്ക് മറ്റ് പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ ആ ഗാർഡനിൽ എന്നും പ്ലാന്റ്സിനെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്നും പുതിയ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ ഇതുപോലെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ് ചീത്തയായിപ്പോയാലും നമ്മുടെ ഈ കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇതുപോലെ യൂട്യൂബിനകത്ത് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ എൻജോയ്മെൻറ്റ് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേര് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.